നമുക്ക് വളരെ വേഗത്തിൽ ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കിയിൽ എന്താണ് സാഹചര്യം എന്ന് നോക്കണം. ഇടുക്കി ജില്ലയിൽ ഇടപെട്ട് മഴ പെയ്യുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊടുപുഴയിലും മലയോര മേഖലയിലുമാണ് കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാമുകളിൽ ജലനിരപ്പ് അതേസമയം താഴ്ന്നു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. സിബി ഉണ്ട് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന്. നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ മഴയുടെ സാഹചര്യമെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. സിബി, ഇടപെട്ട് മഴ പെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഇടുക്കിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഡാമുകളിലൊക്കെ ജലനിരപ്പ് താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മലയോര മേഖലകളിൽ ഒപ്പം തന്നെ ലോവർ റേഞ്ചിൽ രണ്ടിടങ്ങളിലും ജില്ലയുടെ അവസ്ഥ എന്താണ്? മനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ആശങ്കകരമായ കാര്യങ്ങളില്ല, ഒരു ആശ്വാസകരമായ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ശക്തമായ മഴയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് തൊടുപുഴയിലും മലയോര മേഖലയിലുമാണ് ഈ മഴ ഇടവിട്ട് പെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാമുകളിലെ ജലനിരപ്പ് വളരെയധികം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലങ്കര ഡാമൊക്കെ ഇന്നലെ വരെ 5 ഷട്ടറുകൾ തുറന്നെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ 4 ഷട്ടറുകൾ അടച്ചു. ഒരു ഷട്ടർ മാത്രം 100 സെൻറ്റിമീറ്റർ ഇതിൽ മാത്രമേ ക്യൂമിക്സ് മാത്രമാണ് വെള്ളം പുറത്തേക്ക് വിടുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിൽ കഴിഞ്ഞ തവണ ഇതേ സമയത്ത് 70% വെള്ളം ജലനിരപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ തവണ അത് 44% മാത്രമാണ് ഈ ഒരു സമയത്ത് ജലനിരപ്പുള്ളൂ. അത്രത്തോളം ഈ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 2-3 ദിവസങ്ങളായി ഉണ്ടായ കനത്ത മഴയിൽ നിരവധി റോഡുകൾ 117 റോഡുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായി. 1.5 കോടി രൂപയോളം ഈ കാർഷിക നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും മണ്ണിടിച്ചൽ ഭീഷണിയും ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ഉണ്ട്. മണ്ണിടിച്ചൽ പലയിടങ്ങളിലും ഉണ്ടായി. പല വീടുകളും താഴ്ന്നു പോവുകയും പല വീടുകൾക്ക് മുകളിലേക്ക് മണ്ണ് വന്ന് ചാടി കേടുപാടുകൾ സംഭവിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും വളരെ വലിയ രീതിയിലൊരു ദുരന്തത്തിലേക്ക് മാറിയിട്ടില്ല. ഇപ്പോൾ ശക്തമായ മഴയില്ല, ആശ്വാസകരമായ കാര്യങ്ങൾ. ഇന്ന് പൊതുവെ ഈ മഴയുണ്ട്, നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിൽ മഴ പെയ്യും, പിന്നെ പെട്ടെന്ന് മാറും. ആ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷൻ അദ്ദേഹം ഇന്ന് ജില്ലയിലുണ്ട്. അദ്ദേഹം ഏലപ്പാറയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ശിലാഫലകം നിർമ്മിക്കുന്നുള്ള ശിലാഫലകത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതുകൂടാതെ അദ്ദേഹം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ മരിച്ച ആളുടെ ബന്ധുക്കളെ ഇന്ന് അദ്ദേഹം സന്ദർശിക്കും. ചില ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശിക്കും. ഇന്നിപ്പോൾ ജില്ലയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ജില്ലയെ സംബന്ധിച്ച് പൊതുവെ ആശ്വാസകരമാണ് കാര്യങ്ങളെന്ന് പറയാം. മനു, താങ്ക് യു സിബി. സിബിയാണ് ഇടുക്കി ജില്ലയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. പൊതുവെ ആശ്വാസകരമാണ് ഇടുക്കി ജില്ലയിലെ അവസ്ഥ എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഭേദപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം പലയിടങ്ങളിലും മഴയുടെ ആശങ്ക ഉയരുമ്പോൾ ഈ മഴയുടെ ആശങ്ക ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ആ ഇടുക്കി ജില്ലയിൽ ആശ്വാസത്തിന്റെ വാർത്തകളാണ് കേൾക്കുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്നത് തന്നെയാണ്.